الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൽപ്പെട്ടതാണ് അവൻ മനുഷ്യരുടെ മുമ്പിൽ, അടിമകളുടെ മുമ്പിൽ ഒരുപാട് സന്ദർഭങ്ങളെ അവൻ തുറന്നു വെക്കും. അള്ളാഹുവിൻ്റെ വലിയ ദാനം എന്ന നിലക്ക് ചെറിയ കർമ്മങ്ങളിലൂടെ ചില അവസരങ്ങളെ അള്ളാഹു അടിമകളുടെ മുമ്പിൽ വെക്കും. എന്നിട്ട് മനുഷ്യൻ എന്ന അവൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് ഒരുപാട് കാര്യത്തിൽ അവൻ ജോലിയിലാകുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങൾ അവന് അത് വേണ്ട വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കുറവുകൾ പരിഹരിക്കാൻ, അവരുടെ നഷ്ടങ്ങളെ തിരിച്ചുപിടിക്കാൻ ചില ഓഫറുകളുള്ള കാലങ്ങൾ അള്ളാഹു നൽകും. ചില ദിവസങ്ങളിൽ അങ്ങനെ ചില സമയങ്ങളുണ്ട്, ചില ആഴ്ചകളിൽ അങ്ങനെയുള്ള ചില ദിവസങ്ങളുണ്ട്, ചില മാസങ്ങൾ അങ്ങനെയുണ്ട്. അതെന്തിനാണ്? അത് അള്ളാഹു തൻ്റെ അടിമയുടെ ദൗർബല്യത്തെ പരിഗണിച്ചുകൊണ്ട് നടുക്കുന്നതാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ എത്രയോ ദുർബലനാണ്, ഇത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് ഈ അവസരങ്ങൾ കടന്നു വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട് അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നത് ഒരു നന്ദിയുള്ള അടിമയുടെ ബാധ്യതയാണ്. സഹോദരന്മാരെ, അള്ളാഹു ഏത് കാലത്തും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നമ്മളുടെ കർമ്മങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നും നിങ്ങൾ നല്ലത് ചെയ്തു കൊള്ളുവിൻ, എന്നും നിങ്ങൾ നന്മ ആഗ്രഹിച്ചു കൊള്ളുവിൻ, തേടിക്കൊള്ളുവിൻ എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ചില ദാനങ്ങളുടെ, ചില സമ്മാനങ്ങളുടെ കാലം, ചില ഓഫറുകളുടെ കാലം അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച് തരും. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങൾ എല്ലാ കാലത്തും നന്മ ചെയ്തുകൊണ്ടിരുന്നു കൊള്ളുവീൻ. വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അതോടൊപ്പം അള്ളാഹുവിന്റെ ചില കാരുണ്യത്തിന്റെ കേദാരം അള്ളാഹു തുറക്കുന്ന സമയം അതിന് നിങ്ങൾ വിധേയരാവുക, അതിന് നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ലില്ലാഹി നഫഹാതും മിർ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാ,
അള്ളാഹുവിന് ചില കാരുണ്യത്തിന്റെ പേമാരിയുടെ കാലമുണ്ട്. അതവൻ ഉദ്ദേശിക്കുന്ന ചില അടിമകൾക്ക് അവൻ അത് നേടാനുള്ള അവസരങ്ങൾ നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, വസലുല്ലാഹ അൻ തസ്തുറ ഔറാത്തിക്കും, നിങ്ങളെപ്പോഴും അള്ളാഹു നിങ്ങളുടെ നഗ്നതകളെ, വീഴ്ചകളെ മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. വഅൻ തുഅമ്മിന റൗആത്തിക്കും, നിങ്ങളുടെ ആകുലതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് നിർഭയത്വം ചോദിച്ചു കൊണ്ടിരിക്കുക. എന്തെല്ലാം ആകുലതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇറാനിന്റെ തീരത്തേക്ക് കപ്പലുകൾ, പടക്കപ്പലുകൾ വരുന്നു എന്ന വാർത്ത നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട്. SIRന്റെ ഓരോ ദിവസത്തെയും അപ്ഡേഷനുകൾ നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട്. പ്രവാസിയെ പ്രത്യേകിച്ച് എല്ലാം. നിങ്ങളുടെ പേടികളെയൊക്കെ ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് ചോദിക്കുക. അതിങ്ങനെയുള്ള ചില സമയങ്ങൾ കടന്നു വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. അത് ശ്രദ്ധിക്കേണ്ടവനാണ് മുഅ്മിൻ. അങ്ങനത്തെ ഒരു സമയമാണ്, അങ്ങനത്തെ ഒരു കാരുണ്യത്തിന്റെ വാതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. റമദാൻ എന്ന മഹാസാഗരത്തിന്റെ, പുണ്യങ്ങളുടെ സാഗരങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നതിന്റെ മുമ്പുള്ള ആ ഒരു ബീച്ച് ഉണ്ടല്ലോ, ആ സാഹിൽ, മണൽ തീരം, ആ തീരത്തിലാണ് നമ്മൾ ഉള്ളത്. ഏതാണത്? ഷഹ്റു ശഅബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളം നോമ്പ് നോൽക്കുന്നത് നബി ഈ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ സഹാബികൾ ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് താങ്കൾ ഇത്രയും കൂടുതൽ ഈ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കാരണം? കാരണം ഫുള്ള് നോമ്പ് നോൽക്കാനുള്ള മാസം വരാനിരിക്കല്ലേ റമദാനിൽ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. അതെന്താണെന്നറിയോ? അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ശഅബാനാണിത്. ഏതാണ് ശഅബാൻ? റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള സമയം. അതൊരു വല്ലാത്ത സമയമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ റസൂൽ പറയട്ടെ, ഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് അടിമകളുടെ കർമ്മങ്ങളെ ഉയർത്തുന്ന, സമർപ്പിക്കപ്പെടുന്ന മാസമാണത്. സുബ്ഹാനല്ലാഹ്. ആ ശഅബാനിലാണ് നമ്മൾ ഉള്ളത്. എന്നിട്ട് നബി പറയാണ്, ഫഉഹിബ്ബു അൻ തുർഫഅ അമലി വഅന സ്വായിം. എന്റെ അമല് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക്, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ ഫയൽ എടുക്കുമ്പോ റബ്ബൊന്ന് നോക്കൂ, ധാരതാ ഫയല്? മുഹമ്മദിൻ റസൂലുള്ളാഹ് അബ്ദുഹു വ റസൂലു, അള്ളാഹുവിന്റെ ദാസനും അടിമയും പ്രവാചകനുമായ മുഹമ്മദ് നബിയുടേതാണ്. അപ്പോ നബി പറയാണ്, അപ്പോ എന്റെ പ്രസൻസ്, എന്റെ അവസ്ഥ എന്തായിരിക്കണം? അനസ്വായിം. അപ്പൊ ഞാൻ, അള്ളാഹു എന്നെ നോക്കുമ്പോ, ഇന്നത്തെ ദിവസം എന്റെ ഫയൽ എടുക്കുമ്പോ ഞാൻ നോമ്പുകാരനാണ്. അള്ളാഹുവിന് എന്തൊരു ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ശഅബാൻ എന്ന് പറയുന്നത് റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള, മെന്റലി, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ നിലക്കും, മാനസികവും ശാരീരികവും ആത്മീയവും സാമ്പത്തികവും പരിസരപരവുമായി ഒക്കെ ഒന്ന് ഒരുങ്ങാനുള്ള ഒരു നല്ല പ്രിപ്പറേഷൻ കാലമാണ് ഏത് ശഅബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഹദീസ് നമ്മളോട് പറയുന്നത് എന്താ? ഇസ്തിഹ്ബാബു ഇമാറത്തി ഔഖാത്തി ഗഫലത്തിൻ നാസി ബിത്തഅ. അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു സമയം, അത് ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നോക്കി, ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ടൈം മുഴുവൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സമയമൊക്കെ ഏതാ? സാധാരണ മനുഷ്യന്മാർ അവരുടെ പതിവുകളും അവരുടെ ഇച്ഛകളും ഒക്കെയായി ജോലിയിലായി പോകുന്ന സമയമാണ്. നിങ്ങൾ നോക്കി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയങ്ങളാണ് മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് ഇബാദത്ത് കൊണ്ട് സമ്പന്നമാക്കാൻ ഫജ്റിന്റെ തൊട്ടു മുമ്പുള്ള സമയം. ഏറ്റവും ആളുകൾ അവരുടെ ശഹ്വാത്ത് അനുസരിച്ച് ഉറങ്ങിപ്പോകുന്ന നേരാണ്. ഇതേപോലെ തന്നെ അത് ആളുകൾ കൂടുതൽ ജോലിയിലായി പോകുന്ന, അവരുടെ ശഹ്വാത്തുകളിലായി പോകുന്ന നേരം, അത് പരിഗണിച്ച്, അത് കൺസിഡർ ചെയ്ത് ഓൺ പർപ്പസായി, അതായത് നമ്മൾ സ്വയം താല്പര്യമെടുത്ത് അള്ളാഹുവിന് ആ സമയങ്ങളെ
കൊടുക്കുക, ഇബാദത്തിലാവുക, താഴത്തിലാവുക, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അങ്ങനത്തെ ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് നടന്നു പോകുന്ന മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികളും അതുപോലെ തന്നെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂൽ ലാ യുഫ്തിർ വയുഫ്തിറു ഹത്താ നഖൂൽ ലാ യസൂം. നബിനെ കണ്ടാൽ ഈ ശഅബാനിലെ ഞങ്ങൾ പറയും, നബി ഒരൊറ്റ ദിവസവും നോമ്പില്ലാത്തതില്ലല്ലോ. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും നബി ഒരൊറ്റ ദിവസവും നോമ്പ് നോറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകുമായിരുന്നു നബിയുടെ ശഅബാൻ മാസം ഞങ്ങൾക്ക്. കാരണം എന്താ, അത്രയും കൂടുതൽ ദിവസം നബി നോമ്പ് നിൽക്കുമായിരുന്നു. എന്നിട്ടോ ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമളാൻ. ഒരു മാസം കംപ്ലീറ്റ് നബി നോമ്പ് നോറ്റത് റമളാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റത് ശഅബാനിലാണ്. നോമ്പ് മാത്രമല്ല, നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല സമയമാണിത്. കാരണവുമല്ല, നമ്മൾ ഏത് കാലത്തിലൂടെ കടന്നു പോകുന്നത് വിന്ററിലാണ്. വിന്റർ എന്ന് പറയുന്നത് തന്നെ ഗനീമത്താണ് എന്നാണ് പറയുന്നത്. യുദ്ധം മുതൽ ഗനീമത്ത് എന്ന് പറയാ. താഴത്തുള്ളവന്റെ നല്ലൊരു ആബിദിന്റെ ഗനീമത്താണ് ശിതാ. എന്താ കാരണം? ലോങ് നൈറ്റ്, ഷോർട്ട് ഡേ, നീണ്ട രാത്രിയും കുറഞ്ഞ പകലുവാ. ഏറ്റവും നോമ്പ് നോൽക്കാൻ പറ്റിയ കാലമാണ്. ഇനി അതല്ലെങ്കിൽ ഫഇല്ലം തകുൻ സായിമൻ വലാകിൻ വബിൽ അഖൽ മിൻ കഫിൽ ബസറി അനിൽ ഹറാം. കണ്ണുകളെ ഹറാമുകളിൽ നിന്നൊന്ന് സംരക്ഷിക്കുക, കൂടുതൽ ഖുർആൻ ഓതുക, അതേപോലെ തന്നെ കാലവക്കീലകളിൽ നിന്ന് കണ്ടതും കേട്ടതും പറയുന്നതിൽ നിന്ന് നാവിനെ സംരക്ഷിക്കുക. ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ആയി ഇപ്പോഴേ പോയാൽ. കാരണം എന്തറിയോ, ഈ ശഅബാനിന്റെ മുമ്പുള്ള റവാത്തിബ്, ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് പോലെയാണ് ശഅബാനിലെ നമ്മുടെ കർമ്മങ്ങൾ. അതൊന്ന് നമ്മളെ പ്രിപ്പയർ ആക്കും. ഡയറക്റ്റ് റമളാനിലേക്കായിട്ട് കയറിയിട്ട് സഡൻ സ്വിച്ച് ഇടുന്ന പോലെയല്ല. സ്വിച്ച് ഇടുന്ന അത്ര സുഖമല്ല. കണ്ടില്ലേ, റമളാനിൽ മുതൽ പെട്ടെന്നൊരു മാറ്റം, അത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നേരത്തെ ഒന്ന് തുടങ്ങിയാൽ എന്തായി, റമളാൻ ഈസി ആവും. റമളാൻ നമ്മുടെ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. ശഅബാനിലെ നമ്മൾ തുടങ്ങിയാൽ റമളാനിൽ അത് നോർമലായി മാറും. അതുകൊണ്ട് റമളാൻ ഈസി ആയിരിക്കും. അതാണ് ശഅബാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊണ്ടുപോയി വെച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും നല്ല ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, എന്താണ്, നോമ്പായി കഴിഞ്ഞാൽ ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുറാ. ചില ആളുകൾ പറയും, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ശഅബാൻ അത് ഓത്തിന്റെ കാലാണ്. ചില ആളുകൾ കടകൾ പോലും പൂട്ടിയിട്ട് താബീകളൊക്കെ നോമ്പായ അവർ ഓത്തിനു വേണ്ടി അവർ മുഴുകും. ചില ആളുകൾ പറഞ്ഞത് എന്താണെന്നറിയോ പണ്ഡിതന്മാർ, ഷഹ്റു റജബിൻ ഷഹ്റു സറ. റജബ് മാസം പ്ലാന്റിങ്ങിന്റെ, കൃഷിയുടെ മാസമാണ്. വശഹ്റു ശഅബാൻ സഖിയു സറ. ശഅബാൻ ആ കൃഷി നനച്ചു കൊടുക്കുന്ന മാസമാണ്. ഷഹ്റു റമളാൻ ഷഹ്റു ഹസാദ്. റമളാൻ അതിന്റെ ഫലെടുക്കുന്ന സമയമാണ്. കാരണം അതുകൊണ്ട് നല്ല ഒരു പ്രീവിയസ് ഡേയ്സ് നമുക്ക് അല്ലാഹു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ശഅബാനിനെ നന്നായി കൈകാര്യം ചെയ്യാൻ ഇപ്പോഴേ നമ്മൾ ഓർത്തു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട, അവൻ ഏറ്റവും വില നൽകുന്ന സമയങ്ങളെ കണ്ടറിഞ്ഞ് അവന് വേണ്ടി സമർപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ശഅബാൻ മാസത്തിന്റെ പകുതിയെ കുറിച്ചൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ പകുതിയാ ദിവസത്തിൽ, 15ാമത്തെ ദിവസത്തിൽ അല്ലാഹു തന്റെ അടിമകളുടെ കർമ്മങ്ങളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി. അന്ന് അല്ലാഹു എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ. നഊദു ബില്ലാഹ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ബഹുദൈവാരാധകനും
അതുപോലെ തന്നെ പിണങ്ങിക്കിടക്കുന്ന ആളുകൾക്കും. മറ്റൊരു ഹദീസിൽ വന്നത് ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന വയുംലി ലിൽ കാഫിരീന വയദഉ അഹ്ലൽ ഹിഖദി ബിഹിഖദിഹിം ഹത്താ യദഉഹു. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കും, അല്ലാഹു കാഫിരീങ്ങളെ അവർക്ക് സമയം നൽകും. അതേപോലെ തന്നെ ഹൃദയത്തിൽ പകയും ദേഷ്യവും അസൂയയും ഒക്കെ ഉള്ള ആളുകളെ അല്ലാഹു വിട്ടേക്കും, അവർ അത് ഒഴിവാക്കുന്നത് വരെ. അതുകൊണ്ട് നവ്വിഫ് ഖൽബന, നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ നന്നാക്കുക. റമദാനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഹൃദയമൊക്കെ സലാമത്തു സദർ, ഹൃദയത്തിനൊന്ന് നന്നാക്കുക, പിണക്കുകളൊക്കെ തീർക്കുക, എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പക്ഷേ അന്നഹു ലം യസ്ബുത് ഫി സുന്നത്തി സഹീഹത്തി തഖ്സീസു ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ബിഖിയാമിൻ വലാ നഹാരിഹാ ബിസിയാമിൻ. ഔഖാഫിന്റെ ഖുതുബയാണ്. ഇതോടൊപ്പം മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ചില അന്ധവിശ്വാസങ്ങൾ അവരോട് കടന്നു വന്നിട്ടുണ്ട്. റമദാൻ ശഅബാൻ പകുതിയിലെ ശഅബാൻ 15 അതിനേതെങ്കിലും പ്രത്യേകമായ ഒരു ആരാധന കൊണ്ട് അതിനെ പ്രത്യേകമാക്കുന്നത് സുന്നത്തിലില്ല. അന്ന് മാത്രം ഒരു ഖിയാമുൽ ലൈൽ, അന്ന് മാത്രം ഒരു നോമ്പ്, അങ്ങനെയില്ല. മറിച്ച് നോമ്പൊക്കെ കടലുള്ള പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് അവർ ബാദിറു ബി ഖളാഇ സിയാം, അവരുടെ സിയാം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ മറന്നുപോയി, ഞങ്ങളെ കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഞങ്ങൾ ശഅബാനിലായിരുന്നു വീട്ടാറുണ്ടായിരുന്നത്. അതിനൊക്കെ പറ്റിയ സമയമാണ്. അതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതൊന്നും ഇല്ലാത്ത ആളുകൾ ഖിറാഅത്തിലും ഇബാദത്തിലും അദ്കാറുകളിലും ദുആകളിലുമൊക്കെയായി ഒരു റമദാനിന്റെ മുമ്പ് തന്നെ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ, അതിനു വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് അന്ന് ഏറ്റവും ക്വാളിറ്റിയിൽ ഒരു മൈൻഡ്ഫുള്ളായി അന്ന് റമദാനിനെ സ്വീകരിക്കാനും ഇബാദത്ത് ചെയ്യാനും ശഅബാനിലെ തുടങ്ങുക. കാരണം ഒരു വാമപ്പ് ആവശ്യമുള്ള പ്രകൃതിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു വാമപ്പിന്റെ കാലമാണ് ഏത് ശഅബാൻ. അതിനെ കണ്ടറിയുക. അല്ലാഹു